ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ കാത്തിരുന്ന് വാങ്ങിച്ച ഒരു സാധനമാണ് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്. മീഷോയിൽ നിന്നാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. വേറെ ഒന്നുമല്ല, സെൽഫി സ്റ്റിക്കാണ്. വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയതിന് ശേഷം നന്നായിട്ട് ആഗ്രഹിച്ചിരുന്നു ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിക്കണമെന്നുള്ളത്. കാരണം എനിക്ക് വീഡിയോ എടുത്തു തരാനായിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ചേട്ടനുള്ളപ്പോഴത്തേക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇടയ്ക്ക് വല്ലപ്പോഴും തോന്നിയാൽ മാത്രം കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് ഞാനിത് എൻ്റെ കാർട്ട് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മീഷോയിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തത്. അങ്ങനെ ഇന്നാണ് എൻ്റെ കയ്യിൽ ഈ സംഭവം കിട്ടിയത്. കിട്ടിയ പാടെ തന്നെ ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി എടുത്തേക്കാന്ന് കരുതി. ഇത് 360 ആംഗിൾ ഡയമെൻഷൻസിലൊക്കെ വരുന്ന ഒരു സെൽഫി സ്റ്റിക്കാണ് കേട്ടോ. അങ്ങനെ ഇതാണ് സംഭവം. ഞാൻ വളരെ ഹാപ്പിയിലാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായി എനിക്ക് സെൽഫി സ്റ്റിക്ക് കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും. അതിൻ്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പറയാൻ പറ്റത്തില്ല. അതുപോലെ അടിപൊളി മെറ്റീരിയൽസാണ്. പാക്കിങ് നല്ലതായിരുന്നു കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മെറ്റീരിയൽസാണ് ഇത്. അതുപോലെ തന്നെ മോഡൽ എന്ന് പറയുന്നത് RL സെൽഫി സ്റ്റിക്കാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വന്നിട്ട്. ഇത് 360 ഡയമെൻഷനിൽ നമുക്ക് വെച്ചിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ എന്താ പറയണത്, ഇതിൻ്റെ പ്രവർത്തന രീതികളൊന്നും എനിക്കങ്ങനെ കാര്യമായിട്ട് അറിവില്ലാത്തത് കൊണ്ട് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് ഫസ്റ്റൊക്കെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു മാനുവൽ കാർഡ് ഉള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ലാസ്റ്റ് ഞാനതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ മാനുവൽ കാർഡ് ഒന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാമേ. ലാസ്റ്റ് ഞാനിത് സെറ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.